ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ വാട്സപ്പിൻ്റെ മാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അത് മൊബൈൽ ഡാറ്റയാണെങ്കിലും വൈഫൈ ആണെങ്കിലും. 2 മെത്തേഡുകളാണുള്ളത്. ആദ്യത്തെ മെത്തേഡ് എല്ലാ മൊബൈലിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ രണ്ടാമത്തെ മെത്തേഡ് എല്ലാ മൊബൈലിലും നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ നിരന്തരമായിട്ട് കോൾ വരും, മെസ്സേജുകൾ വരും. അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വാട്സപ്പിൻ്റെ മാത്രം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സുഗമമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. അതിനുശേഷം വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് നമുക്ക് ഓൺ ചെയ്തിടാലോ. അപ്പോൾ ഈ സെറ്റിങ്സ് എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് വാട്സാപ്പ് തുറക്കാതെ വാട്സാപ്പിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഐ ബട്ടണോ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷനോ കാണും. ഇവിടെ മോർ ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ കാണുന്നുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാട്സാപ്പിൻ്റെ മെയിൻ സെറ്റിംഗ്സിലേക്ക് വരും. ഇവിടെ ഡാറ്റ യൂസേജ് എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഡിസബിൾ മൊബൈൽ ഡാറ്റ, ഡിസബിൾ വൈഫൈ, അങ്ങനെ 2 ഓപ്ഷൻസ് എൻ്റെ മൊബൈലിൽ കാണുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു മൊബൈൽ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ മൊബൈലാണ്. ഇവിടെയും വാട്സാപ്പിൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ ബട്ടൺ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിംഗ്സിലേക്ക് എത്തും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷനാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഓപ്ഷൻസ് ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മൊബൈലിലും ഈ ഓപ്ഷൻസ് ലഭ്യമല്ല. ഓക്കെ, അപ്പോൾ അത് ഇല്ലാത്ത മൊബൈലിൽ എങ്ങനെ നമുക്ക് വാട്സാപ്പിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ തന്നെ ഓഫ് ചെയ്യാം. ഇല്ലാത്ത മൊബൈലിൽ വാട്സാപ്പ് തുറക്കുക. ഓക്കെ, ഞാനിപ്പോൾ വാട്സാപ്പ് തുറക്കുകയാണ്. വാട്സാപ്പ് തുറന്നതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രോക്സി എന്നൊരു ഓപ്ഷൻ ഓഫിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റപ്പ് പ്രോക്സി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 1.1.1.1 അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ടോഗിൾ ഓണിലല്ല എങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ താഴെ ഡിസ്കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി വാട്സപ്പിൽ മെസ്സേജോ കോളോ ഒന്നും തന്നെ വരികയില്ല. ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻ്റർനെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം മാത്രമേ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇൻ്റർനെറ്റ് വേണ്ട എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇൻ്റർനെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വാട്സപ്പിൻ്റെ മാത്രമല്ല ഏത് ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഹൈ സ്പീഡിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ലാഭിക്കാനും സാധിക്കും. എന്നിരുന്നാലും ഈ വക സെറ്റിംഗ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.